ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നേന്ത്രക്കായ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള 3എണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണിച്ച ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും. ഇതുപോലെ തന്നെ ഞാൻ എല്ലാ പഴങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എല്ലാ പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏലക്ക ഇഷ്ടമില്ല എന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ പഞ്ചസാര നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച പഴങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചേർക്കാതെ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിവിടെ നെയ്യിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഓയിൽ ചേർത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ പഴമെല്ലാം ഇതുപോലെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്കിത് കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി പൊടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തോണ്ട് ഇനി നമുക്ക് കൂടുതൽ നേരമൊന്നും ഇത് ഇളക്കിയെടുക്കേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പഴത്തിലൊക്കെ ആ മധുരം ചേർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അത് ആ പഴവും പഞ്ചസാരയും തേങ്ങയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ ഒരു 1/2 കപ്പ് റവ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. റവ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്യോ ഓയിലോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ അതേ പാനിൽ തന്നെ ചെയ്തെടുക്കുകൊണ്ട് റവ അങ്ങനെ ഇട്ടെടുത്ത് വറുത്താൽ മതിയാവും. ഇപ്പോൾ ഞാനൊരു 3 മിനിറ്റ് നേരം വറുത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവാകുന്ന ടൈമിൽ നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും നല്ലതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അത്. ഇനി അതല്ല നമുക്ക് ഈവനിങ് ടൈമിൽ ചായയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ലതുപോലെ പഴുത്ത പഴമൊന്നും നമ്മൾ കളയാൻ നിൽക്കണ്ട. ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുത്താൽ മതി കേട്ടോ. ഞാനിതൊരു ഇളം ചൂടായതിന് ശേഷം നല്ലതുപോലെ കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇതേപോലെ നല്ല ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ കട്ടിംഗ് ബോർഡിൽ തന്നെ വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിവിടെ സ്ക്വയർ ഷേപ്പ് ആക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുത്താലും മതിയാവും. നിങ്ങൾക്ക് ടൈമില്ല എന്ന് വെച്ചാൽ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. നല്ല പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നിങ്ങൾക്ക് ഓയിലല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഓയിലൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബനാന മിക്സ് ഷേപ്പ് ചെയ്തത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ തീയൊന്നും ഒരുപാട് കൂട്ടി വെക്കണ്ട കേട്ടോ. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. 2 സൈഡും ഒന്ന് ഗോൾഡൻ കളറാകുന്ന വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. തീയൊക്കെ നല്ലപോലെ കൂട്ടി വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ജസ്റ്റ് ഇതേപോലെ നമുക്ക് ഗോൾഡൻ കളറായി കിട്ടിയാൽ മതി. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒരേ കളറാക്കി എടുക്കുക കേട്ടോ. അപ്പോഴേ കാണാനും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളുടെ പഴം വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പീസസ് കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പഴം വെച്ചിട്ടുള്ള നമ്മൾ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇതേപോലെ വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇത് വേണിച്ചാൽ കഴിക്കാം. പക്ഷേ ഞാനതിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒപ്പം തന്നെ നമ്മളെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.